കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും പ്രമാദമായ ഒരു മരം മുറി കേസാണ് മുട്ടിൽ മരം മുറി കേസ് എന്ന് പറയുന്നത്. അത് റവന്യൂ വകുപ്പിന്റെ ഒരു ഉത്തരവിന്റെ മറവിൽ ചെയ്ത അതീവ ഗുരുതരമായ മരം മുറിയാണ് വയനാട് ഭാഗത്തുണ്ടായത്. 104 ഈട്ടി മരങ്ങളാണ്, ഏകദേശം 500 വർഷത്തിലധികം പഴക്കമുള്ള 104ഓളം ഈട്ടി മരങ്ങൾ മുറിച്ച് കടത്തി എന്നുള്ളതാണ് യഥാർത്ഥ സംഭവം. മാംഗോ ഫോൺ ഉടമകളായിരുന്ന അഗസ്റ്റിൻ സഹോദരന്മാർ, ഈ മാംഗോ ഫോണാണ് അന്ന്, ഇന്നിപ്പോൾ അവർ റിപ്പോർട്ടർ ചാനലിന്റെ പ്രധാനപ്പെട്ട ആളുകളാണ്. അഗസ്റ്റിനും പിന്നെ റോജിയും ആൻഡോയും റോജി ആൻഡോ ജോസൂട്ടി 3 പേരാണ്. 2 പേർ ഇപ്പം അതിനകത്ത് ഈ ചാനലിന്റെ പ്രധാനപ്പെട്ട ആളുകളാണ്. അതിലൊരാൾ അഗസ്റ്റിൻ എന്ന് പറയുന്ന ആള് ഈ സ്ഥിരമായി ചാനൽ ചർച്ചയിൽ സ്മൃതി പരുത്തിക്കാടിനോടൊപ്പം ഡോക്ടർ അരുൺകുമാറിനോടൊപ്പം ഒക്കെ സുജയ പാർവതിയൊക്കെ നേരത്തെ ഉണ്ടായപ്പോൾ അവരോടൊപ്പം വന്നിരിക്കുന്ന വ്യക്തിയുമാണ്. ആ 3 പേരടങ്ങുന്ന ഒരു സംഘമാണ് കേസിലെ പ്രതി. പിന്നെ വില്ലേജ് ഓഫീസിലെ ആളുകളുമൊക്കെ പ്രതിയാണ്. 2020-21 കാലഘട്ടത്തിൽ പട്ടയഭൂമിയിലെ മരങ്ങൾ മുറിക്കാൻ കർഷകർക്ക് അനുവാദം നൽകിക്കൊണ്ടുള്ള റവന്യൂ വകുപ്പിൻ്റെ ഒരു ഉത്തരവ് അന്ന് ഇപ്പോൾ റിട്ടയർ ആയിട്ടുള്ള പിന്നെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജെ തിലക് റവന്യൂ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവിൻ്റെ മറവിലാണ് ഭൂ ഉടമകളെയും കർഷകരെയും പറ്റിച്ച് വ്യാജരേഖകൾ ചമച്ച് മരം മുറിച്ചു എന്നുള്ളതാണ് കേസ്. വളരെ വലിയ കേസാണത്. 15 കോടി രൂപ വില മതിക്കുന്ന ഈട്ടിത്തടികൾ വനംവകുപ്പ് പിടിച്ചെടുത്ത് കുപ്പാടി ഡിപ്പോയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതുവരെ അത് തിരിച്ചു കൊടുത്തിട്ടില്ല. ഈ മരങ്ങൾ ലേലം ചെയ്യാനുള്ള സുൽത്താൻ ബത്തേരി മജിസ്ട്രേറ്റ് കോടതിയുടെ അനുമതിയെ ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. വഞ്ചിക്കപ്പെട്ട കർഷകർക്ക് റവന്യൂ വകുപ്പ് പിഴ ചുമത്തിയതുമായി ബന്ധപ്പെട്ട കേസുകളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പോലീസ് SIT എന്ന് പറയുന്ന സ്പെഷ്യൽ അന്വേഷണ സംഘം കേസുമായി ബന്ധപ്പെട്ട് സമഗ്രമായ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ പ്രതികൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം പിന്നെ വെളുപ്പിക്കുന്ന കേസും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇത് രണ്ടും വന്നതിന് ശേഷം പിന്നെ ഇപ്പോൾ അവസാനം വന്നിരിക്കുന്ന ഒരു വാദം, മുട്ടിൽ മരമുറി കേസിൽ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. എറണാകുളം അമ്പലമേട് പോലീസ് എടുത്ത കേസിൽ ഹൈക്കോടതി ഹർജി തള്ളിയിരിക്കുകയാണ്. അതായത് പിന്നെ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് എറണാകുളം അമ്പലമേട് പോലീസ് എടുത്ത കേസിൽ പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളി. കേസ് റദ്ദ് ചെയ്യണമെന്ന അഗസ്റ്റിൻ സഹോദരന്മാർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. നേരത്തെ ഇതേ ആവശ്യം ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയും തള്ളിയിരുന്നു. അപ്പോൾ വനം വകുപ്പിൻ്റെ പാസ് ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വയനാട്ടിലെ മരം അമ്പലമേട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിൽക്കാൻ ശ്രമിച്ചതിനാണ് കേസെടുത്തത്. മരങ്ങൾ കൊണ്ടുപോകാൻ ഫോറം 3 പാസ് ആവശ്യമില്ല എന്ന് ആയിരുന്നു പ്രതികളുടെ വാദം. കാരണം അത് കർഷകർക്ക് മുറിച്ച് വിൽക്കാൻ ഒരു അനുവാദമുള്ളതായ ഒരു ഉത്തരവ് സർക്കാർ ഇറക്കിയിരുന്നു. ആ ഉത്തരവ് പിൻപറ്റിയാണ് കർഷകൻ്റെ പറമ്പിലുള്ള 1, 2, 5 മരം മുറിക്കാനുള്ള ഉത്തരവിൻ്റെ പിറകിൽ മാക്സിമം ആളുകൾക്കും കർഷകർക്കും ആദിവാസികൾക്കും പണം കൊടുത്തവരെ പറ്റിച്ച് തെറ്റിദ്ധരിപ്പിച്ച് 104ഓളം ഈട്ടി മരങ്ങൾ മുറിച്ചു മാറ്റി എന്നുള്ളതാണ്. അതുപോലെ തന്നെ അമ്പലമേട് സ്റ്റേഷൻ പരിധിയിലെ സ്വകാര്യ മരക്കമ്പനിക്ക് വിൽപ്പന നടത്തിയിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. മരം പിന്നീട് വനം വകുപ്പ് കസ്റ്റഡിയിൽ എടുക്കുകയാണ് ചെയ്തത്. എന്തായാലും മുട്ടിൽ മരമുറി കേസിൽ വലിയ വായിൽ വന്നിരുന്ന വർത്തമാനമൊക്കെ പറയുന്ന ഈ ചേട്ടന്മാർക്ക് വലിയ തിരിച്ചടിയാണ് ഗവൺമെൻറ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന തിരിച്ചടി വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ നടപടി ഉണ്ടാകണം. മുട്ടിൽ മരമുറി എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ വനം കൊള്ളകളിൽ ഒന്നാണ്. 104ഓളം വരുന്ന ഈട്ടി മരമാണ് അനധികൃതമായി മുറിച്ച് മാറ്റിയത്. അപ്പോൾ അത് ചെറിയ കളിയല്ല, ചെറിയ മീനല്ല, വളരെ വലിയ കളിയാണ് നടന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ കൃത്യമായി പരിശോധിക്കണമെന്ന അഭിപ്രായമുണ്ടായിരുന്നു. എന്തായാലും തിരിച്ച് വളരെ കൃത്യമായി തന്നെ അതിനുള്ള വളരെ വളരെ കൃത്യമായ ഒരു അന്വേഷണം അതിനകത്ത് നടക്കേണ്ടതുണ്ട്. SITയുടെ റിപ്പോർട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഇപ്പോൾ വിവിധ കോടതികൾ ഇതിനകത്ത് ഇവരുടെ കേസ് മുന്നോട്ട് കൊണ്ട് പോകരുതെന്ന് അഗസ്റ്റിൻ സഹോദരങ്ങൾ പറഞ്ഞെങ്കിലും അത് കേട്ടിട്ടില്ല. അത് കേസ് മുന്നോട്ട് പോവുക തന്നെയാണ്. അവർ വിചാരണ നേരിടേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ വിചാരണ നേരിടുമ്പോൾ, കേസിൽ വിചാരണ നേരിടുമ്പോൾ ശരിതെറ്റുകൾക്കനുസരിച്ച് കോടതി വിധിയും വരും. എന്തായാലും മുറിച്ചു എന്നതും വിറ്റു എന്നതും മറിച്ചു വിറ്റു എന്നതും അനധികൃതമാണെന്നും എന്നുള്ളതെല്ലാം സത്യമാണ്. അസത്യത്തെ അസത്യമാക്കുന്ന, അസത്യങ്ങളെ സത്യമാക്കുന്ന സത്യാനന്തര കെട്ടകാലത്ത് എല്ലാ അസത്യങ്ങളും സത്യമാകും. അസത്യങ്ങൾക്കെതിരെ പറയുന്നവർ അസത്യവാദികൾക്കും സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവരെ അസത്യവാദികളാക്കുന്ന അസത്യത്തിൻ്റെ കെട്ടകാലത്ത്
ഇങ്ങനെ എല്ലാം നമുക്ക് മുറിച്ചു മാറ്റപ്പെടും. അതിൽ മരമെന്നോ മനുഷ്യനെന്നോ ഒരു വ്യത്യാസവുമില്ല. മാനവ ചരിത്രത്തിൻ്റെ സാംസ്കാരിക തലങ്ങളെ ആകെ കണ്ട ഛേദനം ചെയ്യുന്ന രീതിയിലുള്ള നിരവധി കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കോർപ്പറേറ്റ്, ഈ മൂലധന ശക്തികളുടെ യുഗത്തിൽ ശക്തൻ എന്ന് പറയുന്നത് പണമുള്ളവരും സമ്പത്തുള്ളവരും ജാതി മത വർഗ വർണ്ണമൊക്കെ കളിക്കുന്നവരും അതുപോലെ തന്നെ അധികാരം ദുരുപയോഗം ചെയ്യുന്നവരുമൊക്കെയാണ്. ശക്തർ അല്ലാത്തവർ നിശബ്ദരാണ്. അവർ നിശബ്ദതയിലേക്ക് തന്നെ ആണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുകയുമാണ്.